നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോള് ഞെട്ടി എന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറാൻ തുടങ്ങട്ടെ നാള് കുറച്ചായി. അതെങ്ങനാ ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ലല്ലോ. ചേച്ചി മാറ പോകാൻ വരട്ടെ. മാമനെ തടയരുത്. ആര് തടയുന്നു? ചില്ലറയുണ്ടോ 1000 രൂപ എടുക്കാൻ? പറഞ്ഞ അബദ്ധമായി പോയോ? കാശ് ചോദിച്ചപ്പോ അവളെന്തിനാ എന്നെ കണ്ണുരുട്ടി നോക്കിയത്? ആർക്കറിയാം. തക്കത്തിൽ പറയാനുള്ള സന്ദർഭത്തെ തൽക്കാലം നമുക്ക് സ്ത്രീ എന്ന് വിളിച്ചിടാം. പെണ്ണല്ലേ, കാലുമാറിയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. എൻ്റെ പൊന്നു ശിവനെ പൊലിപ്പിച്ചേക്കണേ. നിക്കടെ ആരോട് ചോദിച്ചിട്ടാണ് നീ എന്റെ കുഞ്ഞിനെ എടുത്തത്? ചേച്ചി ചേച്ചി ഞാൻ വേണ്ടി പോരുത്. എന്ന് പോലെടാ നീ കള്ളക്കച്ചവടം തുടങ്ങിയത്. ചേച്ചി കാര്യം സംസാരിക്കല്ലേ. ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്ത് കാര്യോടെ അറിയണ്ടേ? എല്ലാ തെളിവുകളോടും കൂടിയല്ലേ ആദ്യമല്ലേ ഞങ്ങൾ പൊക്കിയത്. മോൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഇതൊന്നും ചെയ്താൽ ഞങ്ങൾക്കറിയാം. അക്കാര്യം മോൻ അങ്ങ് സമ്മതിച്ചു തന്ന. മോന്റെ ഭാര്യ പറഞ്ഞിട്ടല്ലേ ഈ ക്രയവിക്രയൊക്കെ നടത്തുന്നേ. ഇതിലിപ്പോ എന്ത് ക്രയവിക്രയം ഉള്ളത്? ഞാനിതുവരെ പോയപ്പോ കുഞ്ഞു തൊട്ടിൽ കിടന്ന് കരയുന്നുണ്ട്. എന്റെ കൂടപ്പുറപ്പിന്റെ കുഞ്ഞല്ലേ, അതിന്റെ കരച്ചിൽ നിർത്താൻ ഞാനൊന്ന് എടുത്തു. അതിലിപ്പോ എന്താ എത്ര വലിയ തെറ്റ്? ഒരു തെറ്റുമില്ല. ശരി മാത്രമേ ഉള്ളൂ. ഈ കാര്യത്തിൽ ആർക്കാ ഇവിടെ സംശയം? എനിക്ക് സംശയമുണ്ട്, നല്ല സംശയമുണ്ട്. മുത്തശ്ശി വിചാരിക്കുന്ന പോലെ അല്ല ഇവിടുത്തെ കാര്യങ്ങള്. കുഞ്ഞു കരഞ്ഞപ്പോ ഇവൻ എടുത്തോണ്ട് പോയതൊന്നും അല്ല. ഇവന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ടാ ഇവിടെ എടുത്തോണ്ട് പോയത്. ആണെങ്കിൽ തന്നെ അതിനിപ്പോ എന്താ പ്രശ്നം? കുഞ്ഞിനെ പൂജയൊന്നും എടുത്തെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴുവോ? വീഴും. ആകാശം മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവൻ ഇടിഞ്ഞു വീഴും. എന്റെ കുഞ്ഞിനെ അങ്ങനെ മറ്റുള്ളവർ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചേച്ചി അതിലൊരു ന്യായമുണ്ട്. നീ ഈ പറയുന്നതിൽ ഒരു ന്യായവും ഇല്ല. ഞാൻ ഇവിടെ ഇരുന്ന് ഒരു ആത്മകഥം പറഞ്ഞത് അവിടം വരെ കേട്ടു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, ഈ വീട്ടിൽ ഈ കുഞ്ഞിന്റെ പേരിൽ ഇനി ഒരു ലഹള ഉണ്ടാവരുതെന്ന്. ഞാൻ ഉണ്ടാക്കും. വേണ്ടി വന്ന ലഹള തന്നെ ഉണ്ടാക്കും. എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കേണ്ടതേ എന്റെ ആവശ്യം. നിന്റെ കുഞ്ഞിന്റെ ജീവൻ ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? ഒന്നും സംഭവിച്ചില്ലേ? അപ്പൊ സംഭവിക്കുന്നതുവരെ ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ മുത്തശ്ശി പറയുന്നത്? കുഞ്ഞുങ്ങൾ മരിച്ചുപോയ സ്ത്രീകൾ മറ്റു കുഞ്ഞുങ്ങളെ തൊട്ട അതവർക്ക് ദോഷ. ആരാടി ഈ വേണ്ടതിനൊക്കെ നിനക്ക് പറഞ്ഞു തന്നെ? ഈ എരണം കെട്ട ഗോമതിയായിരിക്കും അല്ലേ? അതിനും കുറ്റം എനിക്ക്. ഇതാ പറയുന്നത് നെടിയോന്റെ തലയിലാണല്ലോ ദൈവമേ വടി. നീ അധിക വർത്താനൊന്നും പറയണ്ട. ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കി നീ ഒരാളാ ഈ കുടുംബത്തിൽ അന്തഛിദ്രം ഉണ്ടാക്കുന്നത്. അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാ മതി. അതിന് ഇല്ലാ കഥകളൊക്കെ ഉണ്ടാക്കി എന്നെ പറഞ്ഞു വിടേണ്ട കാര്യമുണ്ടോ? ഇല്ലാത്ത കഥകളോ? പിന്നെ ആരാടി എന്റെ പൂജമോൾക്ക് കൂടെ അയിത്തം കൽപ്പിച്ചത്? മുത്തശ്ശിയുടെ പൂജമോൾക്ക് ഇവിടെ ആരും അയിത്തം കൽപ്പിച്ചിട്ടില്ല. പക്ഷെ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ തോന്നുമ്പോ തട്ടിക്കൊണ്ടു പോയിട്ടുള്ള ഒരു ഏർപ്പാട് ഇവിടെ നടക്കത്തില്ല. നിന്റെ കുഞ്ഞിനെ ആര് തട്ടിക്കൊണ്ടു പോയെന്നാ നീ പറയുന്നത്? നിന്റെ കുഞ്ഞല്ലേ നിന്റെ കയ്യിലിരിക്കുന്നത്? അതിപ്പോ ഞാൻ പിടിച്ചു വാങ്ങിച്ചതല്ലേ. എന്തിനാടി നീ അവന്റെ കുഞ്ഞിനെ പിടിച്ചു മേടിച്ചത്? എന്റെ കുഞ്ഞിനെ പിടിച്ചു മേടിക്കാൻ ഞാൻ ആരോടെങ്കിലും സമ്മതം ചോദിക്കണോ? ചോദിക്കണം. എന്നോട് ചോദിക്കണം, ഇവനോട് ചോദിക്കണം, പിന്നെ പൂജ മോളോടും ചോദിക്കണം. അപ്പൊ എനിക്കൊരു വിലയില്ലേ? എന്നോടും ചോദിക്കണം. അമ്മേ പറയുമ്പോ എല്ലാ കാര്യത്തിനും ന്യായം വേണോ അമ്മേ?
ആമിമോളുടെ കുഞ്ഞിന്റെ കാര്യം തീരുമാനിക്കാൻ ആമിമോൾക്ക് അവകാശമില്ലേ? അവളുടെ അവകാശങ്ങൾ സമരം ചെയ്തു വാങ്ങിക്കാൻ ആരാടി നീ അവളുടെ ചൂണത്തിയോ? വേലക്കാരി വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാ മതി. ഇത് എത്ര തവണ ഞാൻ പറഞ്ഞിരിക്കുന്നു. ആര് കേട്ടെ? എന്താ എന്താ ഇവിടെ അറിയണോന്ന് ക്ലാരമ്മയ്ക്ക് നിർബന്ധമാണോ? ക്ലാരമ്മ അറിഞ്ഞെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലേ ക്ലാരമ്മ? ക്ലാരമ്മ തന്നെ പറയൂ, ഇവളീ കാണിക്കുന്നതിൽ എന്തെങ്കിലും മര്യാദയുണ്ടോ? എന്താ അമ്മേ പ്രശ്നം? ഓ, ഇവരറിഞ്ഞ പ്രശ്നം അങ്ങ് പരിഹരിക്കുമായിരിക്കും. ദേ, അതേടി പരിഹരിക്കും. അതിനുള്ള ഔചിത്യവും വിവരവും നിന്നേക്കാളും കൂടുതൽ ക്ലാരമ്മയ്ക്കുണ്ട്. ആ പറഞ്ഞത് പോയിന്റ്. എന്നാ പിന്നെ അങ്ങ് പരിഹരിക്കും. പരിഹരിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. കേട്ടോ ക്ലാരമ്മ, ചെമ്പകശ്ശേരിയിൽ എന്റെ കൊച്ചുമകൾക്ക് ഒരു കുഞ്ഞുണ്ടായി. എന്റെ കൊച്ചുമകൾ എന്ന് പറഞ്ഞ ഈ നിൽക്കുന്ന ആമിക്ക്. ഈ ആമിയുടെ കുഞ്ഞായിരുന്നു അന്ന് ഈ നിൽക്കുന്ന ആദി. അപ്പൊ പിന്നെ അമ്മാവനപ്പുറം ഇവൻ ഈ കുഞ്ഞിന്റെ ഏട്ടനല്ലേ? അപ്പൊ ഒരു ഏട്ടന് അനിയത്തി എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ വീട്ടിലില്ലേ? ന്യായമായിട്ടുണ്ടമ്മേ. ആ, അപ്പൊ പിന്നെ ഇവള് കാണിച്ചത് ഈ മര്യാദകേടല്ലേ? ഇത്രയൊക്കെ മര്യാദ എനിക്കുള്ളൂ. നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതോടെ എങ്ങും തീരുന്ന ലക്ഷണമില്ല. ഇതെന്താ മെഗാ സീരിയലിലെ മഹാസംഗമോ? എല്ലാവരോടും കൂടെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ ഇപ്പോഴും ഈ വീടിന്റെ അധികാരി ഞാനാ. എനിക്ക് ദൈവം തന്ന സമ്മാനമാണ് ഈ കുഞ്ഞ്. ഇതിന്റെ പേരിൽ തമ്മിൽ തല്ലാനോ തലകീറാനോ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ സമ്മതിച്ചു തരില്ല. ആമിയുടേതോ ആദിയുടേതോ അല്ല ഈ കുഞ്ഞ്. ഇത് എന്റെ കുഞ്ഞാ, ചെമ്പകശ്ശേരിയിലെ ജയശങ്കിനി അമ്മയുടെ കുഞ്ഞ്. ചെമ്പകശ്ശേരിയിലെ പരശുരാമൻ ഇവിടെ ഉണ്ടേ. ഇതിനെ ആരൊക്കെ എപ്പോഴൊക്കെ ലാളിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എനിക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഞാൻ ഇതിനെ ലാളിക്കാൻ കൊടുക്കും. ധൈര്യമുള്ളവരൊന്ന് തടഞ്ഞു നോക്ക്. തടയാൻ തന്നെ എന്റെ തീരുമാനം. അങ്ങനെ എന്റെ കുഞ്ഞിനെ വെച്ച് ആരും വീതം വെക്കണ്ട. ഇനി എന്ത് ചീപ്പ് സെന്റിമെന്റ്സിന്റെ പേരിലാണെങ്കിലും ഇതിനെ അങ്ങനെ കണ്ണിൽ കണ്ടവർക്കൊക്കെ വീതം വെച്ച് കൊടുക്കാൻ എന്നെ കിട്ടില്ല. ആദിമോൻ എന്നോട് ക്ഷമിക്കണം. എന്തിന്? ചേച്ചിക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല. പക്ഷെ